ഇന്ന് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്ന സിനിമ 2014 വൻ ഹൈപ്പോടെ റിലീസായി തിയേറ്ററിൽ സ്ഫോടനം തീർത്ത നമ്മൾ ഇതുവരെ ഈ ചാനലിൽ 5 റോസ്റ്റിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വീഡിയോ ഇതാണ്. കാരണം ഈ പടത്തിലെ സ്ലോ മോഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പടത്തിലൊരു മാങ്ങയില്ല. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക, സഹകരിക്കുക. നമ്മുടെ ആഷിഖപ്പ് ഏതോ കിളി പറഞ്ഞിരിക്കുന്ന സമയത്ത് എടുത്ത പടമാണിത്. നമുക്ക് എല്ലാവർക്കും ദിലീഷ് പോത്തനെ അറിയാവുന്നതല്ലേ. ദിലീഷ് പോത്തന് ചകിരി പോലത്തെ മുടിയുണ്ട്. ആ ചകിരി പോലത്തെ മുടിയുള്ള ദിലീഷ് പോത്തനെ വിളിച്ചു വരുത്തി തല ഷേവ് ചെയ്ത് പെറ്റായിട്ട് അഭിനയിപ്പിച്ചു. അപ്പൊ നിങ്ങൾ ചോദിക്കും, അതിലെന്താ തെറ്റ്? ഇതൊക്കെ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ? അതിൽ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. പക്ഷെ പുള്ളി അടുത്ത സീനിൽ തന്നെ ഈ ഷേവ് ചെയ്ത തലയിൽ ഒരു ചപ്പറ വിഗും വെച്ചിട്ടാണ് ഈ പടം ഫുള്ള് അഭിനയിച്ചിരിക്കുന്നത്. അന്വേഷണം അവസാനിച്ചത് ജാതകദോഷമുള്ള പാർവതി. ഇപ്പൊ ഈ കഥാപാത്രത്തിൽ കഷന്റെ ഉണ്ടെങ്കിൽ എന്താ, ഇല്ലെങ്കിൽ എന്താ? ഒന്നെങ്കിൽ ഒരു കഷന്റെ ആയിട്ടുള്ള ഒരാളെ വിളിച്ചിട്ട് അഭിനയിപ്പിക്കണം. ഈ ചകിരി പോലത്തെ പുലിയുള്ള ആളെ വിളിച്ചു വരുത്തി ഷേവ് ചെയ്യിപ്പിച്ച് എന്നിട്ട് അതിന്റെ പുറത്തൊരു ചബ്ര പിഗും വെച്ചു കൊടുക്കാനാണ് ഈ ആഷിഖ് കപൂറിന് തലയ്ക്ക് ഓളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ആഷിഖ് കപൂർ ഏതോ കിളി പറഞ്ഞിരുന്ന സമയത്ത് എടുത്ത പടമാണ് ഇത്. ഇത് മാത്രമല്ല, ഇനി ഒരുപാട് സീനുകളുണ്ട്. അത് നമുക്ക് വഴിയെ സംസാരിക്കാം. ഇക്ക ഈ സിനിമയുടെ അകത്ത് ഒരു ഗാങ്സ്റ്ററാണ്. ഇക്ക ഗാങ്സ്റ്റർ ആയതുകൊണ്ട് ഈ സിനിമയിൽ എന്ത് ചെയ്യുന്നല്ലേ, ഇക്ക സ്ലോ മോഷനിൽ നടക്കും. ഇക്ക സ്ലോ മോഷനിൽ ഷൂട്ട് ചെയ്യും. ഇക്ക സ്ലോ മോഷനിൽ കാറിൽ പോകും. ഇക്ക സ്ലോ മോഷനിൽ ചായ കുടിക്കും. ഇക്ക സ്ലോ മോഷനിൽ പടികൾ കയറും, പടികൾ ഇറങ്ങും. ഇതല്ലാണ്ട് വേറെ ഒന്നും ഇക്ക ചെയ്യണില്ല ഈ പടത്തിന്റെ അകത്ത്. ഇക്ക മംഗലാപുരത്തെ വലിയൊരു ഡോണാണ്. ഇക്ക കൂടാതെ മറ്റ് 2 ഡോണുകൾ കൂടെ ഉണ്ട്. ആരാ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഈ രണ്ടാമത്തെ ഡോൺ ആരാന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ആരെന്നല്ലേ ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടോ. മംഗലാപുരത്തെ 120 പ്രമുഖ കോളേജുകളിൽ 100 എണ്ണവും മണിമേനോന്റെ ആണെന്ന് അധികം ആർക്കും അറിയില്ല. സ്വന്തം വാക്കുകളിൽ എഡ്യൂക്കേഷണൽ മാഫിയ കിങ്. കുഞ്ചൻ ഡോണാന്ന് പറഞ്ഞാൽ കുഞ്ചൻ തന്നെ വിശ്വസിക്കത്തില്ല. അതിന്റെ ഇടയ്ക്കാണ് പുള്ളിയെ ഡോണായിട്ട് അഭിനയിച്ചത്. മൂന്നാമത്തെ ഡോണാണ് നമ്മുടെ ലെജൻഡറി റൈറ്റർ ജോൺ പോൾ. ആളുടെ പേരാണ് അങ്കിൾ സാം. അങ്കിൾ സാം കർണാടകയിലെ ആദ്യത്തെ ഡ്രഗ് ലോർഡ്. പ്രോസ്റ്റിറ്റ്യൂഷൻ മുതൽ ബെറ്റിംഗ് വരെ നീണ്ടു കിടക്കുന്ന ക്രിമിനൽ ഹിസ്റ്ററി. ആ പിഞ്ച് മുഖം നോക്കി ഇങ്ങനത്തെ വൃത്തിയോടൊക്കെ പറയാൻ നാണമില്ലേ മിസ്റ്റർ ആഷിഖ് നോളൻ? ആരെങ്കിലും വിശ്വസിക്കും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ? ആ മുഖം നോക്കൂ. ഞാൻ പറഞ്ഞില്ലേ, ആഷിഖ് കപൂർ കിളി പറഞ്ഞിരിക്കുന്ന സമയത്ത് എടുത്താണ് ഈ പടം. അപ്പൊ നിങ്ങൾ വിശ്വസിച്ചില്ല? ഇപ്പൊ വിശ്വാസമായ? സാധു മുകളിൽ 2 പേരെ പിടിച്ചിട്ട് നിന്നിട്ട് കൊടൂര വില്ലന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. ഇക്ക മംഗലാപുരത്തെ വലിയൊരു ഡോണാണ്. ഇക്കയ്ക്ക് 2 പാർട്ട്നേഴ്സ് ഉണ്ട്. ഒരാള് മണി ഡോണും മറ്റാള് ഡോൺ അങ്കിൾ സാമും. ഇക്ക എന്ത് പറയുന്നു അതാണ് മംഗളൂരിൽ നടക്കാറ്. ഇക്ക അവിടുത്തെ ഒരു കൊത്ത രാജ്യമാണ്. ഇക്ക പറഞ്ഞാൽ പകൽ, ഇക്ക പറഞ്ഞാൽ രാത്രി. ഞാൻ പറയുമ്പോൾ രാത്രി. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ അങ്കിൾ സാമിന്റെ അനന്തരവൻ ഉപരിപഠനവും കഴിഞ്ഞ് അമേരിക്കയിൽ നിന്ന് തിരിച്ചു വരുന്നത്. ഇതാ കടന്നു വരുന്നു ആഷിഖ് കപൂർ സിനിമയിലെ കൊട്ടൂര വില്ലൻ ആൻഡോ. And I was only far away. Would I run off the world someday? Nobody knows. Nobody knows. ഈ ആൻഡോന്റെ ബാക്കില് മറ്റേ എന്തോ ഫീ എന്ന വല്ലതും എഴുതി വെച്ചിട്ടുണ്ട്. പുള്ളി ഇനി വില്ലൻ എന്ന് പറഞ്ഞ് എഴുതി വെച്ചാലും ഞാൻ വിശ്വസിക്കില്ല പുള്ളി വില്ലനാണ്. ആ പിഞ്ച് മൂക്കവും ക്യൂട്ട്നെസ്സും കണ്ട ആര് പറയും വില്ലനാണ്? എനിക്ക് ആൻഡോ ബാവയുടെ ഒരു ഡയലോഗൊക്കെയാണ് ഇപ്പൊ എനിക്ക് മറ്റേ CBSE ചെറുക്കനെ പറഞ്ഞത്. പോയി പാൽ കൊടിയടാ. പോയി പാൽ കൊടിയാടാ. 10th people നോ എറൂരില് നീ ഏതവനാടാ? അമേരിക്കയിൽ എക്സ്പയർ ആയ വാക്സിൻ ചുളു വിലയ്ക്ക് നമ്മുടെ ആൻഡോവ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് കടത്തും. അത് നമ്മൾ വലിയ വിലയ്ക്ക് മറിച്ച് വിൽക്കും. അതാണ് പുതിയ ബിസിനസ് മോഡ്യൂൾ. പക്ഷെ ഇക്ക അത് സമ്മതിക്കില്ല. കാരണം ഇക്ക നല്ലവനായ ഡോണല്ലേ. ഈ നല്ലവനായ ഡോൺ എന്തൊക്കെ ചെയ്യണമെന്നറിയാം? ആയുധക്കടത്ത്, കൊലപാതകം. നല്ലവനായ ഡോൺ. അത് മാത്രമല്ല, നമ്മുടെ ക്യൂട്ട് ഭാവനെ നോക്കി ഇക്ക കപ്പ് നോക്കി കാണിക്കും. ഇതൊക്കെ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വന്നായിരിക്കും. കാരണം അവൻ എന്തെങ്കിലും മുട വർത്താനം പറയും, അപ്പൊ ഞാൻ ഉടനെ ഇങ്ങനെ കപ്പ് പൊക്കി കാണിക്കും. ജസ്റ്റ് ഇക്ക തിങ്സ്. ഈ കപ്പ് പൊക്കി കാണിച്ചത് നമ്മുടെ വാവയ്ക്കൊട്ടും ഇഷ്ടമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇക്കനെ തട്ടാൻ പ്ലാൻ ഇടും. എന്നിട്ട് ഇക്ക സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കുന്ന ഹോട്ടലിൽ വാവ ബോംബ് വയ്ക്കും. ബോംബ് വളരെ വിജയകരമായിട്ട് പൊട്ടും. പക്ഷെ ഇക്ക ചാവില്ല, നൈലോച്ച് ചാവും. നമ്മുടെ ഇക്കയ്ക്ക് സ്ലോ മോഷന്റെ അസുഖമുള്ള കാര്യം നമ്മുടെ വാവയ്ക്ക് അറിയത്തില്ലായിരുന്നു.
നൈലോഷ പെട്ടെന്ന് ചാടിക്കയറി ഹോട്ടലിൽ കയറും. ഇക്ക പതുക്കെ നടന്ന് സ്ലോ മോഷൻ കളിച്ച് പകുതി വരെ എത്തുമ്പോഴത്തേക്ക് ബോംബ് പൊട്ടും, നൈലോഷ തീരും. പുള്ളിക്ക് ഇത്രയും താടിയില്ലായിരുന്നല്ലോ. അവിടെ നിന്ന് ഇറങ്ങിയപ്പം ക്ലീൻ ഷേവായിരുന്നു, നടന്നു തുടങ്ങിയപ്പോൾ വളർന്നേരിക്കും. ഓ, ഇങ്ങനെയാണെങ്കിൽ നരയ്ക്കും, ശരിയാവില്ല. അങ്ങേരി അടുത്ത വർഷമാവും ഞെത്തുമ്പം എന്ത് ചെയ്യുമെന്ന് പറയാം. അണ്ണാ, എൻ്റെ കുഞ്ഞമ്മയുടെ മോളെ കല്യാണമാണ്, പോയിട്ട് വരട്ടാ. ഇനിയിപ്പോൾ കൊച്ചിൻ്റെ നൂലുകെട്ടിന് പോവാം. വരണ്ടേ, വന്നുകൊണ്ടിരിക്കണേല്ലേ ഉള്ളൂ ഇത്. എന്ത് ചെയ്യും? ആ മേരി ടീച്ചറിനെ കൊന്നപ്പോൾ ചെറിയൊരു വിഷമമുണ്ടായിരുന്നു. കൊല്ലണേനെയൊക്കെ പിള്ളേരെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. ഒരു മണ്ടൻ, ഒരു പൊട്ടൻ, ഒരു സ്ലോ മോഷൻ, ഒരു ഭ്രാന്തം ഉണ്ടായിരുന്നു. അവനെ നേരത്തെ കൊന്നത് നന്നായി, ഇല്ലെങ്കിൽ അവൻ്റെ സ്ലോ മോഷൻ കൂടെ കാണേണ്ടി വന്നേനെ. ലോകത്ത് ഒരു വില്ലൻ ഈ അവസ്ഥ ഉണ്ടാവരുത്. അങ്ങനെ ബോംബ് പൊട്ടിയ ആഘാതത്തിൽ ഇക്കയുടെ കിളി പോകും. അതേസമയം നല്ലവനായ മണിഡോൺ മറുകണ്ഠം ചാടി ആന്റോടൊപ്പം പോകും. അങ്ങനെ ആന്റോ നമ്മുടെ ഇക്കേനെ സ്കെച്ച് ഇടും. എന്നിട്ട് ഇക്കയുടെ ടീംസിനെ മൊത്തം വെടിവെച്ച് കൊല്ലും. അങ്ങനെ ഇക്കേനെയും കൊല്ലാനായിട്ട് ഗൺ പോയിന്റിൽ നിൽക്കുമ്പോഴത്തേക്ക് ഒരാൾ വന്ന് നമ്മുടെ ഇക്കേനെ രക്ഷിക്കും. ആരാന്നല്ലേ? അതാണ് നമ്മുടെ രവി ബലാത്സംഗ സിംഗം. നമ്മുടെ ബി സിംഗം ഇക്കയ്ക്ക് കുറെ മോട്ടിവേഷനെ കൊടുക്കും. നിസ്കരി, ഉള്ളിൽ ചെയ്ത്താനൊക്കെ പോട്ടേന്ന്. ഇതാരാ പറയണത്? രണ്ടു റക്കാത്ത് നിസ്കരിക്കുക, ഉള്ളിലെ ശൈത്താൻ അങ്ങനെ ഇറങ്ങിപ്പോട്ടെ. ഞങ്ങൾ ഒരുമിച്ച് കൊന്നിട്ടുണ്ട്, പലതും നേടിയിട്ടുണ്ട്. കൊല മാത്രമല്ലല്ലോ സിംഗം, മറ്റു പലതും ഉണ്ടല്ലോ. അതേസമയം മറ്റൊരിടത്ത് നമ്മുടെ ആന്റാവാവ ഇക്കയുടെ സാമ്രാജ്യം മുഴുവൻ വെട്ടിപ്പിടിക്കും. സാമ്രാജ്യം മാത്രമല്ല, ഇക്കടെ വീട്ടിൽ കയറി സോപ്പ്, ചീപ്പ്, കണ്ണാടി, എന്തിന് ഇക്കടെ അണ്ടർവെയർ വരെ അടിച്ചോണ്ട് പോവാൻ. ആ വണ്ടിക്ക് പെട്രോൾ ഇല്ലാത്തത് ഭാഗ്യം, ഇല്ലെങ്കിൽ അതുവരെ ഊറ്റെടുത്ത് കുടിച്ചാനെ ഈ ഓസി ആന്റോ. നമ്മുടെ TG രവിയുടെ മോട്ടിവേഷനൊക്കെ ആയിട്ട് ഇക്ക തിരിച്ചു വരും. എന്നിട്ട് നമ്മുടെ ആന്റോവാവയുടെ കണ്ടെയ്നർഷിപ്പ് ഇക്ക സീസ് ചെയ്യും. എങ്ങനെയാ സീസ് ചെയ്യണമെന്നൊന്നും ചോദിക്കരുത്. ഇക്ക അതിൻ്റെ അകത്തിരുന്ന് ചായ കുടിക്കും. ഇത്രയും ആശിക്കപ്പ് കാണിച്ചു തന്നിട്ടുള്ളൂ. എല്ലാം ആശിക്കപ്പ് വൈരുത്തി. ഇക്ക നമ്മുടെ അവിടെ ഷിപ്പ് സീസ് ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ജോൺ പോൾ അവിടെ കിടന്നിട്ട് ഇക്കാനെ കുറിച്ച് വൻ ബിൽഡപ്പ്. അക്ബറാണ്, അക്ബർ തിരിച്ചു വരും, അവനെ നിനക്ക് അറിയത്തില്ല, അവൻ വലിയ കൊണാണ്ടർ എന്നൊക്കെ പറഞ്ഞു. അവസാനിച്ചു കഴിഞ്ഞു ആൻഡോ. You have lost this war. സാധാരണ നമ്മുടെ ഐത്തണ്ണന്റെ പടത്തിലാണ് വില്ലന്മാരൊക്കെ നമ്മുടെ ഐത്തണ്ണനെ പൊക്കി പറയണം. അവർ യാർ തെരിയുമോ, യാർ തെരിയുമോ, റെഡ് ഡ്രാഗൺ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ മണിഡോണും അങ്കിൾ സാവും ദിലീഷ് പോതനും കൂടെ ചെന്നിട്ട് ഇക്കടെ കാല് പിടിക്കും. ഞങ്ങളൊന്നും ചെയ്യല ചേട്ടാ, ഞങ്ങളൊന്നും അറിയില്ല, എല്ലാത്തിനും ഞാൻ ആന്റോണ്, അവൻ എന്ത് വേണമെങ്കിലും ചെയ്യണം, ഞങ്ങളെ വെറുതെ വിട് എന്ന് പറഞ്ഞിട്ട് കരയും. അവനെ എനിക്ക് വിട്ടു തന്നാൽ നിങ്ങൾക്കോ നിങ്ങളുടെ ആളുകൾക്കോ ഒന്നും സംഭവിക്കില്ല. നമ്മുടെ അക്ബർ ഒരു വാക്കിന് വിലയില്ലാത്തവനാണ് ഗൈസ്. അടുത്ത സീനിൽ തന്നെ നമ്മുടെ മണിയാശാനെ ഉരുട്ടിക്കൊല്ലും, നമ്മുടെ സാമൂലങ്ങളെ വെടിവെച്ച് കൊല്ലും, ദിലീഷ് പോതനെ കൊണ്ടുപോയി കുരുതി കൊടുക്കും. പക്ഷെ നമ്മുടെ വാവ മംഗലാപുരത്ത് നിന്ന് രക്ഷപ്പെടും. എന്നിട്ട് നേരെ ഗോവയിൽ പോയിട്ട് അവിടെ ഒരു മരുന്നടിക്കാരന്റെ പ്രൊട്ടക്ഷനിൽ കഴിയും. അങ്ങനെ നമ്മുടെ ആന്റോ വാവ മരുന്നടിക്കാരന്റെ പ്രൊട്ടക്ഷനിലാന്ന് പറഞ്ഞ ഇക്ക ഫുൾ ടീമുമായിട്ട് വിത്ത് ദിലീഷ് പോത്തൻ നേരെ ഗോവയിലേക്ക് വിടും. ഇക്കൻ ടീം നേരെ ചെന്ന് മരുന്നടിക്കാരന്റെ വായിൽ കയറി കൊടുക്കും. അവന്മാര് എല്ലാത്തിനും കൊടുക്കും. ഇക്കേനെ ഒഴികെ ബാക്കി എല്ലാത്തിനും തട്ടും, നമ്മുടെ ദിലീഷ് പോത്തനും ഉൾപ്പെടെ. അവസാനം മരുന്നടിക്കാര് വന്നിട്ട് ഇക്കേനെ അടിച്ച് റൊട്ടിയാക്കും. മരുന്നടിക്കാര് ഇക്കേനെ അടിച്ച് റൊട്ടിയാക്കിയതും പോലെ അവന്മാര് അവിടെ വന്നിട്ട് ഇക്കയ്ക്ക് ബിൽഡപ്പ് കൊടുക്കും. ഇവന്മാരുടെ ബിൽഡപ്പ് ഒക്കെ കേട്ട് ഇക്ക നേരെ ചാടി എണീറ്റ് കാർട്ടൂൺ കഥാപാത്രമായിട്ട് മാറും. പിന്നെ ഫുള്ള് കാർട്ടൂൺ ഇടിയാണ്. വലിയ ആളെ വന്നല്ല കമലഹാസനാണുള്ള, ഒന്നുമില്ല, സീൻ എടുക്കാൻ പറഞ്ഞു. അതുകൊണ്ട് പാച്ചപ്പ് ചെയ്യാനാണ് ഈ കാർട്ടൂൺ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഇക്ക ആന്റോ വാവ എടുത്ത് പറയും, നിന്റെ മരണം നീ എന്നും ഓർത്തിരിക്കണം. അല്ലിക്ക, അവൻ മരിച്ചില്ലേ, അവൻ മരിച്ച അവനെങ്ങനെ ഓർപ്പിക്കും? ഇക്കൊക്കെ ചോദ്യം മനസ്സിലായോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.